മുംബൈ വിമാനത്താവളത്തിൽ ലഗേജ് മോഷണ പരാതികൾ വർദ്ധിക്കുന്നു. സ്വർണ്ണാഭരണങ്ങൾ മുതൽ പണം, മൊബൈൽ ഫോണുകൾ, വസ്ത്രങ്ങൾ എന്നിവ വരെ യാത്രക്കാരുടെ ലഗേജിൽ നിന്ന് കാണാതാകുന്നു എന്നാണ് പരാതി. ലക്ഷ്യസ്ഥാനത്ത് എത്തിയ ശേഷമാണ് പലരും നഷ്ടം തിരിച്ചറിയുന്നത്. ലഗേജ് കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ചയിൽ എയർലൈൻ കമ്പനികൾക്കെതിരെയും വിമർശനം ശക്തമാണ്. മുംബൈ വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവരുടെ ലഗേജുകൾ സുരക്ഷിതമാണോ? ചോദ്യം ഉയർത്തുന്നത് തുടർച്ചയായി പുറത്തുവരുന്ന മോഷണ പരാതികളാണ്. ചെക്ക് ഇൻ മുതൽ സോർട്ടിംഗ്, ലോഡിംഗ്, വിമാനത്തിൽ നിന്ന് ബെൽറ്റിൽ എത്തുന്നതുവരെ നിരവധി ഘട്ടങ്ങളിലൂടെയാണ് ഓരോ ലഗേജും കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ മോഷണം നടന്നത് എവിടെയാണെന്ന് കണ്ടെത്തുന്നത് പോലീസിനും വെല്ലുവിളിയാണ്. ചെന്നൈയിലേക്ക് യാത്ര ചെയ്ത 36-കാരിയുടെ ലഗേജിൽ നിന്ന് 2 സ്വർണ്ണക്കമ്മലുകളും സ്വർണ്ണമോതിരവും വെള്ളിക്കൊലുസും കാണാതായതായി പരാതി. അയർലൻഡിൽ നിന്നെത്തിയ 19-കാരിയായ മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ വസ്ത്രങ്ങളും കോസ്മെറ്റിക് സാധനങ്ങളും അടങ്ങിയ ബാഗും നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതിന് പിന്നാലെ അവ അനധികൃത ബാങ്ക് ഇടപാടുകൾക്ക് ഉപയോഗിച്ച സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. യാത്രക്കാർ ലഗേജ് കൈമാറുന്ന ഘട്ടം മുതൽ തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കണം. ലഗേജ് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ എയർലൈൻ കമ്പനികളിൽ നിന്ന് കൃത്യമായ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. വ്യവസായികൾ മുതൽ വിദ്യാർത്ഥികൾ, വിനോദസഞ്ചാരികൾ, മുതിർന്ന പൗരന്മാർ വരെ വിവിധ വിഭാഗം യാത്രക്കാരാണ് ഇത്തരം പരാതികളുമായി രംഗത്തെത്തുന്നത്. ലഗേജിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കുമ്പോൾ കൂടുതൽ ജാഗ്രതയും, നഷ്ടശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ എയർലൈൻസ് അധികൃതരെയും പോലീസിനെയും അറിയിക്കണമെന്ന മുന്നറിയിപ്പുമാണ് യാത്രക്കാർക്ക് നൽകുന്നത്. പ്രിംലാൽ, കൈലി ന്യൂസ്, മുംബൈ.